ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. നെറ്റ്ഗിയർ നൈറ്റ്വാക്ക് RAX20 വൈഫൈ 6 റൂട്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ഉണ്ട്, പിന്നെ വൈഫൈ 6ഉം സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. പിന്നെ ഓഫറിൽ 11,699 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. സോണിയുടെ 127.68 മെഗാ പിക്സലുമായിട്ട് വരുന്ന സോണി IMX611 സെൻസർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. MI നോട്ട്ബുക്ക് 14 ഹൊറൈസൺ എഡിഷൻ, MI നോട്ട്ബുക്ക് ഇ-ലേണിംഗ് എഡിഷൻ, MI നോട്ട്ബുക്ക് 14 IC സീരീസിന് ഇന്ത്യയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. MI നോട്ട്ബുക്ക് 14 ഹൊറൈസൺ എഡിഷന് 54,999 രൂപയുള്ളത് 2,000 രൂപ കുറഞ്ഞിട്ട് 52,999 രൂപയായിട്ടുണ്ട്. പിന്നെ MI നോട്ട്ബുക്ക് 14 ICക്ക് 43,999 രൂപയുള്ളത് 1,000 രൂപ കുറഞ്ഞിട്ട് 42,999 രൂപയായിട്ടുണ്ട്. ആപ്പിൾ ജർമ്മനിയിൽ സിലിക്കൺ ഡിസൈൻ സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നു. അവർ €1 ബില്യൺ 3 കൊല്ലം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ആപ്പ് 170ഓളം രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിൽ ക്യാപ്ഷൻ എന്ന സ്റ്റിക്കർ ടെസ്റ്റ് ചെയ്യുന്നു. ഇത് ആഡ് ചെയ്താൽ വീഡിയോയിൽ ഓട്ടോ ജനറേറ്റഡ് സബ്ടൈറ്റിൽ വരും. ബാൻ ചെയ്ത കണ്ടന്റ് റിമൂവ് ചെയ്യാത്തത് കാരണം റഷ്യയിൽ ട്വിറ്റർ സ്ലോ ഡൗൺ ചെയ്യുന്നു. സാംസങ് 980 NVMe M2 SSD ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ DRAM ഇല്ല. ഇതിൻ്റെ 250 GB വെർഷൻ്റെ വില വരുന്നത് 6,499 രൂപയും 500 GB വെർഷൻ്റെ വില വരുന്നത് 8,999 രൂപയും പിന്നെ 1 TB വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയുമാണ്. യൂട്യൂബ് US പുറത്തു നിന്നുള്ള ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തു നിന്നും US വ്യൂസിന് ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു. ജൂൺ 2021 ഇത് തുടങ്ങും. ഇൻസ്റ്റാ 360 Go to ക്യാമറ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 2K 50 FPS വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 32 GB ഇന്റേണൽ വരുന്നുണ്ട്. ഇതിൽ IPX8 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് $299 ആണ്, അതായത് ഏകദേശം 21,800 രൂപ. ഫയർസൈഡ് എന്ന ഓഡിയോ ആപ്പ് വരുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഓഡിയോ ചാറ്റ് ആപ്പായിട്ടുള്ള ക്ലബ് ഹൗസിൻ്റെയും അതുപോലെ തന്നെ സ്പോട്ടിഫൈ, ആങ്കർ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെയും ഹൈബ്രിഡ് ആവാനാണ് സാധ്യത. VI 501 രൂപയുടെയും 601 രൂപയുടെയും 801 രൂപയുടെയും പ്രീപെയ്ഡ് റീചാർജ് ചെയ്യുന്ന യൂസേഴ്സിനും അതുപോലെ 499 രൂപയുടെ മുകളിലുള്ള പോസ്റ്റ് പെയ്ഡ് യൂസേഴ്സിനും 1 കൊല്ലത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ VIP സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നൽകുന്നു. സോണി ആൽഫ 1 മിറർലെസ് ക്യാമറ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 50.1 മെഗാ പിക്സൽ സെൻസറാണ് വരുന്നത്. ഇതിൽ 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K 120 FPS വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 5,59,990 രൂപയാണ്. മൈക്രോസോഫ്റ്റ് നോൺ ക്രോമിയം എഡ്ജ് ബ്രൗസേഴ്സിനുള്ള സപ്പോർട്ട് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഫിറ്റ്ബിറ്റ് Ace 3 എന്ന സ്മാർട്ട് വാച്ച് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സ്മാർട്ട് വാച്ചാണ്. ഇതിൽ PM OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് $99.95 ആണ്, അതായത് ഏകദേശം 7,300 രൂപ. TCL P725 4K HDR LED TV ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ 43 ഇഞ്ച് വെർഷനും 50 ഇഞ്ച് വെർഷനും 55 ഇഞ്ച് വെർഷനും പിന്നെ 65 ഇഞ്ച് വെർഷനും വരുന്നുണ്ട്. ഇതിൽ Android TV 11 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇതിൽ ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, MEMC പോലുള്ള ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. 43 ഇഞ്ചിൻ്റെ വെർഷൻ്റെ വില വരുന്നത് 41,990 രൂപയും 43 ഇഞ്ച് വെർഷൻ്റെ വില വരുന്നത് 56,990 രൂപയും 50 ഇഞ്ചിൻ്റെ വെർഷൻ്റെ വില വരുന്നത് 62,990 രൂപയും പിന്നെ 55 ഇഞ്ച് വെർഷൻ്റെ വില വരുന്നത് 89,990 രൂപയുമാണ്. ഡിസ്നി പ്ലസ് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. PUBG മൊബൈൽ 1.3 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ 100 റിതം മോഡ്, ഫയർ ആം പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഡൽഹി ഗവൺമെൻറ് വെർച്വൽ എഡ്യൂക്കേഷൻ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ എവിടെ നിന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. US ഹാക്കർ ഗ്രൂപ്പ് ബാങ്ക്, ജയില്, സ്കൂള്, ടെസ്ല അടക്കമുള്ള 1,50,000-ഓളം സെക്യൂരിറ്റി ക്യാമറ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോസ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർപോർട്സ് 3യുടെ പുതിയൊരു ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഇതിൽ സിലിക്കൺ ടിപ്പ് വരുന്നില്ല. അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ macOS വെർഷൻ അപ്ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ ആപ്പിൾ M1 ചിപ്പുമായിട്ട് വരുന്ന മാക് മോഡൽസിൽ ഫോട്ടോഷോപ്പ് നേറ്റീവായിട്ട് റൺ ചെയ്യാം. ട്വിറ്ററിൽ ഇനി മുതൽ 4K ഇമേജ് മൊബൈൽ ആപ്പിൽ നിന്നും അപ്ലോഡ് ചെയ്യാം. സാംസങ് ഗാലക്സി ടാബ് S6 ലൈറ്റിൽ പുതിയ അപ്ഡേറ്റ് വഴി ഡെക്സ് സപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ഹുവാവെ പെറ്റൽ സെർച്ചിന് ചൈനയ്ക്ക് പുറത്ത് 18 ബില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ അവരുടെ iPhone 12 മിനിയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഗൂഗിൾ ക്രോം 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അവർ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി വെർഷൻ 1.0.20.0 അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്.
OnePlus നോഡിൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള OxygenOS 11 സ്റ്റേബിൾ അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഡാർക്ക് മോഡ്, വർക്ക് ലൈഫ് ബാലൻസ്, OnePlus സ്കൗട്ട്, പ്രോ ഗെയിമിംഗ് മോഡ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സാംസങ് M31sൽ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള One UI 3.1 അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. PS5നുള്ള GTA എക്സ്പാൻഡ് ആൻഡ് എൻഹാൻസ്ഡ് വെർഷൻ 2021 സെക്കൻഡ് ഹാഫിൽ ലോഞ്ച് ചെയ്യും. ക്രൈസിസ് ബാറ്റിൽ റോയൽ ഗെയിമിൻ്റെ ചില ഫൂട്ടേജസ് ലീക്കായിരിക്കുകയാണ്. ആഫ്രിക്കയിൽ സ്മാർട്ട് ഫോൺ സെയിലിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ട്രാൻസിയൻ ആണെന്നാണ് റിപ്പോർട്ട്. അവരാണ് ടെക്നോ, ഇൻഫിനിക്സ്, ഐറ്റൽ ഫോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് സാംസങ്ങും മൂന്നാം സ്ഥാനത്ത് ഓപ്പോയും വരുന്നുണ്ട്. ജിയോ ട്രേഡേഴ്സിനും കമ്പനികൾക്കും വേണ്ടിയിട്ട് ജിയോ ഫൈബർ ബിസിനസ് പ്ലാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 901 രൂപ മുതലാണ് മന്ത്ലി ചാർജസ് വരുന്നത്. ZTE Axon 30 Pro ആയിരിക്കും ലോകത്തിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറുമായിട്ട് വരുന്ന അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഉള്ള ഫോണ്. ബ്ലാക്ക് ഷാർക്ക് 4 എന്ന ഫോണ് ഗേക്ക്മെൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 1140 പോയിന്റും മൾട്ടി കോറിൽ 3254 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 12 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരുന്നതായിരിക്കും. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. വിവോ X60 സീരീസിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് വിവോ ഒഫീഷ്യലായിട്ട് ടീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 5G സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൂയിസ് ഒപ്റ്റിക്സിൻ്റെ കാര്യവും കൊടുത്തിട്ടുണ്ട്. വിവോ X60 സീരീസിൽ വിവോ X60 അതുപോലെ വിവോ X60 Pro എന്നീ ഫോണുകൾ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണുകൾ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. നോക്കിയ G10 എന്ന ഫോണ് SIRIM സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൻ്റെ പേര് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നതായിരിക്കും. ഷവോമിയുടെ Mi Mix 4 Pro Max എന്ന ഫോൺ ഇൻവേർഡ് ഫോൾഡിംഗ് ഫോൺ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷൻ എന്ന ലീക്സ്റ്ററാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 8.03 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ 6.38 ഇഞ്ചിൻ്റെ ചെറിയ ഡിസ്പ്ലേയും വരും. ഈ ഫോണിൽ സോണി IMX 700 വൈഡ് മെയിൻ സെൻസർ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 10x സൂം സപ്പോർട്ട് ചെയ്യുന്ന പെരിസ്കോപ്പ് ലെൻസും വരുന്നതായിരിക്കും. ഹുവാവെ Mate 40e എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കിരിൻ 990E എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണിൽ 4200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 4599 യുവാനാണ്. അതായത് ഏകദേശം 51,500 രൂപ. ഹുവാവെ Mate 14 RS പോർഷെ ഡിസൈൻ്റെ കുറച്ചും കൂടി ചീപ്പറായിട്ടുള്ള വെർഷൻ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിരിൻ 9000 5G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 50 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും പിന്നെ 3D ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും പിന്നെ 3D ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഈ ഫോണിൽ 4400 mAh ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് ഗാലക്സി ഓസം അൺപാക്ക് ഇവന്റ് മാർച്ച് 17 നടക്കും. ഈ ദിവസം സാംസങ് A52, A72 എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൻ്റെ 4G വെർഷനും അതുപോലെ തന്നെ 5G വെർഷനും വന്നേക്കാം. പിന്നെ സാംസങ് A52 5G എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരും. ഫോണിൻ്റെ ബോക്സിൽ 25 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. OnePlus 9 Proയിൽ എടുത്ത അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോ OnePlus CEO ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 48 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 50 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 8 മെഗാപിക്സലിലെ ടെലിഫോട്ടോ ലെൻസും പിന്നെ 2 മെഗാപിക്സലിലെ ഒരു സെൻസറും വരാനാണ് സാധ്യത. മാർച്ച് 23 OnePlus 9 സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. റിയൽമി 8 Pro എന്ന ഫോൺ ഇന്തോനേഷ്യ ടെലികോം സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നും ഫോണിൻ്റെ പേര് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരുന്നതായിരിക്കും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 108 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. MI 10s എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്.
ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 108 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4780 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 3299 യുവാനാണ്. അതായത് ഏകദേശം 37,000 രൂപ. Asus ROG Phone 5, Asus ROG Phone 5 Pro, Asus ROG Phone 5 Ultimate എന്നീ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ 3 ഫോണുകളിലും 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ 3 ഫോണുകളും വരുന്നത്. 3 ഫോണുകളുടെയും പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 24 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയാണ് ഈ ഫോണുകളിൽ വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Asus ROG Phone 5ൻ്റെ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 49,999 രൂപയാണ്. 12GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 57,999 രൂപയാണ്. Asus ROG Phone 5 Pro എന്ന ഫോണിൻ്റെ വില വരുന്നത് 69,999 രൂപയാണ്. ഈ ഫോണിൽ 16GB റാമും 512GB ഇന്റേണലും വരുന്നുണ്ട്. Asus ROG Phone 5 Ultimate എന്ന ഫോണിൻ്റെ വില വരുന്നത് 79,999 രൂപയാണ്. ഈ ഫോണിൽ 18GB റാമും 512GB ഇന്റേണലും വരുന്നുണ്ട്. പോക്കോ X3 Pro എന്ന ഫോൺ മാർച്ച് 30 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. പോക്കോ ഒരു ലെറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ സൂചന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വില 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5200 mAh ബാറ്ററി ആയിരിക്കും വരിക. സാംസങ് M12 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. Exynos 850 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 4GB RAM 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ഈ ഫോണിൻ്റെ 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 13,499 രൂപയാണ്.